വോയിസ് ചെയ്യണ എന്റെ ഏട്ടായി എത്ര പിന്നെ അല്ലാണ്ട് നീ ഒന്ന് വിചാരിച്ചേ ഇതൊന്നല്ല എന്റെ ഏട്ടായി 2-3 ഫിലിമില് ഹായ്. അപ്പോൾ നല്ല മഴയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ കൂടെയുള്ള നിതീഷ് പോലീസിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അവൻ അഭിനയിച്ചൊരു സിനിമ റോന്ത് എന്നാണ് സിനിമേൻ്റെ പേര്. ദിലീഷ് പോത്തനും റോഷനും ഒക്കെ അഭിനയിച്ച സിനിമയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും നിതീഷിൻ്റെ ഫാമിലിയും കൂടി അങ്ങോട്ട് പോക്കാന്ന്. നിതീഷിൻ്റെ ഫാമിലി അല്ല, നമ്മളെ ഫാമിലി തന്നെയാണ്, അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ്. അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ്. ആ ഒരു സന്തോഷവും എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമായിരിക്കുമല്ലോ നമ്മൾ അഭിനയിച്ചൊരു സിനിമ ടാക്കീസ് നിന്ന് കാണുമല്ലോ. ഓൻ ഏകദേശം 2-3 സിനിമ അഭിനയിച്ചു ഓൾറെഡി. ആദ്യം എൻ്റെ സിനിമയിലാണ്, അലീനയിലാണ് ആദ്യം തന്നെ അഭിനയിച്ചത്. അതിന് ശേഷം 2-3 സിനിമകൾ അഭിനയിച്ചു. അത് നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എത്രാമത്തെ സിനിമയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, അവനോട് തന്നെ ചോദിക്കാം. അവനിപ്പം ഇനി അങ്ങോട്ടേക്ക് പോകണത്രേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിതീഷിൻ്റെ സിനിമ കാണാൻ പോകുന്നതാണ്. ഹായ്. അപ്പൊ നമ്മൾ എവിടെയാ പോന്നേ? നമ്മൾ പോകുന്ന എവിടെയാ ആദ്യം പറഞ്ഞിട്ടുണ്ട്. എവിടെയാ പോന്നേ പറ. ഇപ്പൊ ഇന്ന് നമ്മൾ നിതീഷ് ചേട്ടന്റെ സിനിമ കാണാൻ. എന്റെ അത് കാണിക്കുമെന്നൊന്നും അറിയില്ല. ഉണ്ട് പരക്ക ഫോട്ടോസ് അയച്ചിരുന്നുണ്ട് നമ്മളെ ഗ്രൂപ്പിലെല്ലാം, നാട്ടിലെ പിള്ളേരെ ഗ്രൂപ്പിലെല്ലാം വന്നിട്ടുണ്ട്. നിതീഷ് ചേട്ടൻ തൂക്കിയെല്ലാം വെച്ചാണ് കമന്റ്. കൊറേ വോയിസ് എല്ലാം അയച്ചിട്ടുണ്ട്. നിതീഷ് ചേട്ടൻ നിതീഷിന്റെ ഫാമിലി ഉണ്ട്. ചെക്കൻ ഓർക്കാന്ന്, ചെക്കൻ വന്നിട്ടില്ല. അല്ല, ഞാൻ ഇവരോടൊന്നും പറഞ്ഞില്ല. വയ്യ ആരല്ലോ ഇവർക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. വയ്യ എന്നിട്ട് ഞാൻ അറിയാണ്ട് പോയി എന്നാ വിചാരിച്ചു. ഞാൻ പോയില്ല, ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. വയ്യ അവസാനം സിനിമ എന്നെല്ലാം പറഞ്ഞ് പോയിട്ട് വയ്യ അതിന്റെ അകത്ത് കണ്ടില്ല. ആ വട്ടോട്ടയില് ഒരാള് ഞാനാന്നെല്ലാം പറഞ്ഞിട്ട് കാണിക്കാൻ. ഞാൻ ആദ്യത്തെ ഇതിനകത്ത് പറഞ്ഞു നീ എത്ര സിനിമയിൽ അഭിനയിച്ചു. ആദ്യ സിനിമ എന്റെയാണ്, അത് നീ അല്ലാതെല്ലാം പറയും. എന്നാലും ആദ്യം എന്റെ സിനിമയിലാണ് അഭിനയിച്ചത് പോലീസായിട്ട്. രണ്ടാമത്തെ സിനിമ ഏതേനും? രണ്ടാമത്തെ വേറെ മറ്റേ പുഷ്പവിമാനം. പിന്നെ മൂന്നാമത്തേത് ടോവിനോന്റെ ഒരു സിനിമക്ക് പോയിട്ടേനി. അപ്പൊ അങ്ങനെ വലിയ സിനിമാക്കാരനാണ് നിതീഷ് ചേട്ടൻ. സൈനത്ത കണ്ടില്ലേ നമ്മുടെ അശോകേട്ടനെ ഇനി നമ്മളെ അടുത്ത നമ്മളെ സിനിമയില് ഡേറ്റ് എല്ലാം തരുവാ? ഡേറ്റ് ഇപ്പൊ ഇല്ല, ആലോചിക്കട്ടെ ഇതല്ലോ. അപ്പൊ വേറെ നല്ല അഭിനയിക്കാൻ അറിയുന്നതാണ്. അപ്പൊ പോയിട്ട് പുഷ്പവിമാനത്തില് ഇവൻ ഫോൺ വിളിച്ചിരുന്നിട്ട് ഇവന്റെ സിനിമ കണ്ടിട്ടില്ല. ഇന്ന് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല, ഇന്ന് കുറച്ച് ടൈം ഉണ്ട് എന്നാണ് എല്ലാരും പറയുന്നത്. നമുക്ക് എന്തായാലും പോയിട്ട് സിനിമ കണ്ടിട്ട് റിവ്യൂ ഇടാം. സിനിമ നടനും ഭാര്യയും. ഒരു സെൽഫി എടുക്കട്ടെ സാർ? നീലക്കുയിലിന്റെ ആളാണ്. നീലക്കുയിൽ റോന്ത് എന്നാണ് സിനിമേന്റെ പേര്. ദിലീഷ് പോത്തൻ, റോഷൻ, ഇവർ രണ്ടാളാണ്. ക്ലിയർ അല്ലേ? പിന്നെ നിതീഷ്, ഇവർ 3 ആളാണ് സിനിമയിലുള്ളത്. ഷാഹി കബീർ പോലീസുകാരൻ തന്നെയാണ്. മുന്നേ ഒരുപാട് സിനിമ എടുത്തിയാണ്. നല്ല നല്ല പോലീസ് കഥകളും എടുക്കുന്നത് ഈ നിലവിൽ. പിന്നെ ഇനിയിപ്പം വരാൻ വേണ്ടി പോകുന്നത് ഞാൻ. ഇനി എങ്ങനെ ടിക്കറ്റ് എടുക്കാം? ഫുൾ ചെലവും നിതീഷിന് അറിയാം. പോപ്കോൺ നോക്കിയാ ഒന്നും പറയാനൊരു ഭാര്യ നോക്കിയാ ഇത് ഭാഗ്യാവും നിന്റെ. അങ്ങനെ മിണ്ടൂല. നിനക്ക് എങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിക്കും വയ്യ. എന്നാണ് എന്തിന്റെ മലയാളം? നൈറ്റ് പെട്രോളിങ്. റോന്ത് ചുറ്റുവാന്നും പറയുന്നില്ല നമ്മൾ പോലീസ് വണ്ടി. അപ്പൊ അതാണ് ഇതിന്റെ പേര് കേട്ടോ, റോന്ത് എന്ന് പറയുന്നത്. എല്ലാം പോലീസിന്റെ എല്ലാം നമ്മളിന്ന് എല്ലാം നമ്മൾ എന്നാ വേണ്ടേ എല്ലാം ഇത് പോപ്കോൺ. ചില്ലിയാ എല്ലാം എന്തോ 50 അഭിനയിച്ചവർക്ക് ഇരട്ടി പൈസയാണ്. നമ്മള് ടാക്കീസിനുള്ളിൽ കയറിയിട്ടുണ്ട്. മത്സരം നടത്തുകയാണ്.
അത് ഇന്റർവെല് വരെ എത്തിക്കണം. ഇന്റർവെല്ലിന് വേറെ അടുത്തത് നിതീഷ് ചേട്ടൻ വാങ്ങി തരും. തുടങ്ങാനായിട്ട് നമ്മൾ ആദ്യം തന്നെ സീറ്റ് പിടിച്ചത്. സീറ്റ് പിടിച്ചാന്നെല്ലാം പറഞ്ഞ ഇത് ആരെങ്കിലും വന്ന് ഇരിക്കുക. ഇത് ബുക്ക് ചെയ്തല്ലേ. അപ്പോൾ നമ്മൾ സിനിമ കണ്ടിട്ട് ഇറങ്ങി. സിനിമ നീലക്കുയിൽ നിന്നാതെ സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി. ഒരു ഇതിനകത്ത് അഭിനയിച്ച അത് മാത്രം നോക്കിയില്ല. അത് മാത്രല്ല, ഇതെന്തായാലും കൂട്ടിയിട്ട് വന്നത് ഞാൻ ഇല്ലേം കൂട്ടിയിട്ട് വരേണ്ടതാണ്. കാരണം എല്ലാ പോലീസുകാരും കൂട്ടിയിട്ട് വരില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നൈറ്റ് എന്നോട് പറയും എന്നാ ഇത്ര ഉറങ്ങാനല്ല ഈ സിനിമ കണ്ടാൽ മനസ്സിലായി. എന്നാ ഈ സിനിമ കണ്ടിട്ട് എന്താ തോന്നിയത്? അപ്പൊ ഇവരെ കഥ തന്നെ അല്ലേ. ഇത് ചില ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പോലീസുകാരെല്ലാം പൊതുവെ ഞാനടക്കം പോലീസുകാരെല്ലാം നമ്മൾ പല രീതിയിൽ ഇതാക്കും. പക്ഷേ ഇത് എല്ലാവരും അല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്ത് വളരെ ചുരുക്കം ആൾക്കാർ ഇതുപോലെയും ഫേസ് ചെയ്യുന്നുണ്ട് പല പ്രശ്നങ്ങളും. അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ഈ സിനിമ വന്ന് കാണുക. പോലീസുകാരുടെ സിറ്റുവേഷൻ, ഒരു പോലീസുകാരൻ്റെ ഭാര്യ എന്നുള്ളതിൽ എനിക്ക് കുറേ ചോദ്യങ്ങൾ പറയുമായിരിക്കും അല്ലേ. എന്താ ഉറങ്ങണ്ടേ? അപ്പോൾ അടിപൊളി സിനിമ കേട്ടോ, ഒരു രക്ഷയില്ല. ഇങ്ങനെയല്ല ആയിരിക്കും അല്ലേ നിങ്ങളെ പോലീസുകാരൻ്റെ ഉള്ളിൽ. അപ്പോൾ പറയുന്ന കൂട്ടത്തിൽ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചോട്ടാ മുംബൈ റിലീസ് ചെയ്യുന്നുണ്ട്. തല്ലി മറിക്കുന്ന എൻ്റെ മെയിൻ ഹീറോ ഏട്ടായിയാണ് മെയിൻ ഹീറോ. വോയിസ് തുള്ളായത് ചെയ്യറ എൻ്റെ ഏട്ടായി എത്ര പിന്നെ അല്ലാണ്ട് നീ ഒന്ന് വിചാരിച്ചേ. ഇതൊന്നല്ല എന്റെ ഏട്ടായി 2-3 ഫിലിമില് അഭിനയിച്ചു. പുറത്തോട്ടേക്കല്ലേ ബോറായ. അയ്യോ കണ്ടില്ലേ നമ്മുടെ അശോകേട്ടനെ. അല്ല അത് അപ്പോൾ ചോട്ടാ മുംബൈ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് അല്ലേ ഇതിൻ്റെ കൂട്ടത്തിൽ നിതീഷിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ എന്റെ അതൊന്നും പറയല്ല. അല്ല പിന്നെ നീ അഭിനയിച്ച പിന്നെ നമുക്ക് നമ്മൾ നിന്റേതല്ലേ പറയാൻ പറ്റൂ. അത് പറഞ്ഞല്ലേ ചെറിയയിൽ നിന്നാണ് പല ആൾക്കാരും വലിയ വലുതിലേക്ക് എത്തിയിട്ടില്ലേ. അപ്പോൾ നിതീഷിന്റെ സിനിമ അഭിനയ മോഹങ്ങളിൽ ഒരു പൊന്തുകൾ കൂടി അങ്ങനെ എത്തിയിട്ടുണ്ട്. ഒരു പൊന്തുകൾ കൂടി അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല ഞാൻ ഒരു ക്ലിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ലിസിദേച്ചിൻ്റെ. നമ്മളെ സിനിമയിൽ അഭിനയിച്ച അലീനയിൽ അഭിനയിച്ച 2 ആൾക്കാരാണ് ഈ സിനിമയിലുള്ളത്. ലിസിദേച്ചിൻ്റെ എന്റെ പൊന്ന് സാറേ അവന് വട്ടാ. ആ കൊച്ചിനാരെങ്കിലും പിടിച്ചോണ്ട് പോകുന്നുണ്ട്, പേടിയാണ്. നമ്മളെ സിനിമയിൽ അഭിനയിച്ച നിതീഷ് നാരായൺ കൂടെ ലിസിദേച്ചി അങ്ങനെ 2 ആളും നമ്മളെ സിനിമയിൽ അഭിനയിച്ച ഈ സിനിമയിലുണ്ട്. സിനിമയിൽ അലീനയിൽ അഭിനയിച്ച എല്ലാവരും വച്ചടി കയറ്റാം. അപ്പൊ ഞാനും അത്രയും പെട്ടെന്ന് ഒരു സിനിമ ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പറയുക ഇവരെല്ലാരും വലിയ വലിയ നിലയിലെത്തും. ഞാനും അതെല്ലാം കണ്ടിട്ട് ഇതുപോലെ വീഡിയോ ഇടും. പക്ഷെ അങ്ങനെയില്ല, നമ്മൾ അങ്ങനെ ഒരു അടുത്ത പടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ. പക്ഷെ അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു നമ്മളെ ഇതിൻ്റെ അകത്ത് നിന്നവർ വേറെ വേറെ സിനിമ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ചെറിയ അസൂയാണ് സന്തോഷം. അത് നമ്മളെ കൂടിയുള്ളവരെല്ലാം അങ്ങനെ വേറെ ഇത് കാണുമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും സിനിമ പോയിട്ട് വന്നിട്ട് കാണുക. ടാക്കീസ് സിനിമ പോയിട്ട് കാണുക. മഴയും കാര്യങ്ങളിലാണ്, അതെല്ലാം നോക്കിയിട്ട് ഒന്ന് പോയിട്ട് റോന്ത് അല്ലേ കണ്ടവർക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായം. എന്നുവെച്ചാൽ അനക്കൊന്നും അങ്ങനെ അധികം നമുക്കെന്താ പറയാ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ചെറിയ കോമഡികളുണ്ട്. ഒരു ഫാമിലി സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഫാമിലിയാണ്. ആ കാര്യമില്ല പോലീസുകാരുടെ ശരിക്കും പറഞ്ഞല്ലേ ആ ഒരു സീൻ പറഞ്ഞാൽ ശരിക്കും എൻ്റെ കണ്ണുകളും വന്നിട്ട് ഇതിങ്ങനെ പറയുന്നത്. അല്ല അല്ലാണ്ട് അങ്ങനെ ഒരു പോലീസ് സിനിമയിൽ നമ്മള് സങ്കടം വരുന്നതെല്ലാം വളരെ ചുരുക്കമാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് എല്ലാ രീതിയിലും കൊണ്ടുവന്നിട്ട് ഷാഹി കബീർ വീണ്ടും തെളിയിച്ചിരിക്കുകയെന്ന്. പോലീസ് സിനിമകളിൽ മൂപ്പര മേലെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയാണ് നമുക്കൊരു അഭിമാനം. അതെ. അപ്പോൾ ഒന്നാണ് നമ്മുടെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്. ഇപ്പോൾ പറ്റുന്നവരെല്ലാം പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. നമ്മളെ ചെറിയതായിട്ട് കാണും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ വലിയ കാര്യം. എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യാം. അല്ല അങ്ങനെയല്ല, സ്റ്റാർട്ടിങ് സീനിലുണ്ട്, ഫസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ അതിന് ശേഷം വയത്തോട്ടേക്കുള്ള നിതീഷ് കുറേ സീനുകളുണ്ട്. അത് ദിലീഷ് പറയാൻ വേണ്ടിക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് വണ്ടിയിലെല്ലാം നമ്മൾ കൂടി നല്ലൊരു പെരുമാറ്റമായിരുന്നു. നല്ല മൂപ്പര അഭിനയം എന്നെല്ലാം പറഞ്ഞല്ലേ അടിപൊളിയാണ്. രക്ഷയില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും കരഞ്ഞു പോകും ചില സിറ്റുവേഷനിൽ കാണുമ്പോൾ. ദേഷ്യം വരുമ്പോൾ നമുക്കും ദേഷ്യം വരുന്നു.
ഒരു ഇവൻ അഭിനയിച്ചോണ്ട് പറയുന്നില്ല, ഒരു കഥ പറയുമ്പോൾ ദിലീഷ് ചേട്ടൻ എന്നല്ല പറഞ്ഞിട്ട് ദിലീഷ് ചേട്ടൻ എന്റെ കൂടെ തന്നെ. ദിലീഷ് ചേട്ടൻ ഇന്നലെ വിളിച്ചായിരുന്നു എന്നല്ല. അല്ല അങ്ങനെയല്ല, നമ്മള് ഇതങ്ങനെ ഇവൻ അഭിനയിച്ചോണ്ട് പൊക്കി പറയുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ സിനിമ. അതൊരു പോലീസുകാരെ ഇവരിങ്ങനെയും ഫേസ് ചെയ്യുന്നുണ്ട് പല പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഒരു ചില വിഷമങ്ങൾ. എല്ലാ ജോലി ചെയ്യുന്നവരും ഉള്ളിൽ ഒരു മനുഷ്യനുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണുക, നിതീഷിനെ കണ്ടിട്ട് കമൻ്റ് ഇടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ സിനിമ കാണാൻ വേണ്ടി വന്നതാണ്, നിതീഷിൻ്റെ സിനിമ കാണാൻ വേണ്ടി വന്നതാണ്. ഇഷ്ടപ്പെട്ടു. ഇനി ഒരുപാട് സിനിമകൾ വരട്ടെ, നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റട്ടെ. ബൈ.